നൂറയ്ക്ക് 100% വോട്ട് ഞങ്ങൾ ചെയ്യും. ഹരിതകർമ്മസേനയുടെ വോട്ട് എല്ലാം നിങ്ങൾക്കാണ്. ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ്? എനിക്ക് അനുമോളെയാണ് ഇഷ്ടം. അനുമോളെയാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് അനുമോളെ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? അനുമോള് നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അനുമോള് ഒരു കുട്ടിത്തം ഉള്ള കുട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. അനുമോള് എല്ലാ കാര്യത്തിലും ആവശ്യമില്ലാതെ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്ലോറിൽ നല്ല വഴക്കുണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം നല്ല രീതിയിലാണ് ഗെയിം കളിക്കുന്നത് അല്ലേ? അപ്പൊ മലയാളികളുടെ വോട്ട് എല്ലാം അനുമോൾക്കാണ്. ബിഗ് ബോസ് സീസൺ 7 കാണാറുണ്ടോ? എല്ലാ ദിവസവും കാണാറുണ്ട്. കണ്ടിട്ട് ഉറങ്ങത്തുള്ളൂ അല്ലേ? ബിഗ് ബോസിന്റെ ഫാനാണ്. അപ്പൊ പറയൂ, ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ്? കപ്പ് അടിക്കാൻ ചാൻസ് ഉള്ള മത്സരാർത്ഥിയുടെ പേരെന്ന് പറയാമോ? പേര് അനീഷ്. അനീഷിന് എന്താ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? അവൻ നല്ല കണക്ക് കളിക്കാറുണ്ട്. പിന്നെ നല്ല കണക്ക് എല്ലാവരോടും ഇടപെടാറുണ്ട്. കാര്യങ്ങളെല്ലാം നല്ലപോലെ തിരിച്ചറിയാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷാണ് കപ്പടിക്കാൻ ചാൻസ് ഉള്ള വ്യക്തി. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അനീഷിന്റെ ഷാനവാസിലെ കോംബോ ഒക്കെ ഇഷ്ടമാണോ? ആ കോംബോ ഒക്കെ ഇഷ്ടമാണ്. അവര് രണ്ടുപേരും കളിക്കാൻ നല്ല ഗെയിമാണ് അല്ലേ? നല്ല ഗെയിമാണ്. നൂറയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി. എന്തുകൊണ്ടാണ് നൂറ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുമ്പോ ലോകം അംഗീകരിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് നൂറയ്ക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സ്ഥിരമായിട്ട് കാണാൻ ചെയ്യും, വോട്ട് ഇടുന്നു. നൂറ ഒറ്റയ്ക്കല്ല ബിഗ് ബോസിലേക്ക് വന്നത്. നൂറ ആദ്യം കോംബോ ആയിട്ടാണ് വന്നത്. ആദ്യം ഇഷ്ടമല്ലേ? ഇപ്പൊ ആദ്യം ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇവര് നന്നായിട്ടാണോ അതിനകത്ത് കളിക്കുന്നത്? കളിച്ചോ. ഇതിനു മുമ്പ് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്നു. കപ്പ് കൊണ്ട് പോകണം. നൂറയും ആഗ്രഹയും ബിഗ് ബോസിന് വെളിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. എന്തുകൊണ്ട് അവര് ലെസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ട് അത് ഈ ഒരു ബിഗ് ബോസിനെ ബാധിക്കത്തില്ല. വോട്ടിനെ ബാധിക്കും? ഇല്ല, വോട്ട് ഒരുപാട് വോട്ട് കിട്ടും. നൂറയ്ക്ക് ഇഷ്ടം പോലെ വോട്ട് കിട്ടും. എന്തെന്ന് പറഞ്ഞാൽ ജനം അംഗീകരിക്കാത്ത കൊച്ചുങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് ആക്റ്റീവായിട്ടുള്ള വോട്ട് കൊണ്ട് എല്ലാരും അംഗീകരിച്ചു കഴിഞ്ഞു. നൂറയുടെ ഫാമിലി യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു ഷോ കൊണ്ട്, ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ഫാമിലി അംഗീകരിക്കും. ഉറപ്പാണ്. അവര് പൂർണ്ണ സമ്മതത്തോടെ വന്ന് അവരെ സ്വീകരിക്കും. ബ്രോ, ബിഗ് ബോസ് സീസൺ 7 ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ്? ഷാനവാസ് എന്ന് പറഞ്ഞാൽ നല്ല കണ്ടസ്റ്റന്റ് ആണ്. നിലപാടിൽ ഉറച്ചു നിൽക്കും. പിന്നെ എന്ത് പറഞ്ഞാലും അത് നിലപാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഹോട്ടൽ ടാസ്ക് ആയിരുന്നല്ലോ. ഹോട്ടൽ ടാസ്കിൽ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ പുള്ളിയുടെ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് അവിടുത്തെ ആൾക്കാരുടെ ഫൈറ്റ് ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതാണ് ഇഷ്ടപ്പെടാൻ കാരണം. അക്ബർ. എന്താണ് അക്ബറിന് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം? അക്ബറിന്റെ സംസാര രീതികളെല്ലാം നല്ല ശൈലിയാണ്. അക്ബർ എന്നാൽ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടോ അതിനകത്ത്? അക്ബറിനെ കുറിച്ച് എന്താണ് ബ്രോയുടെ അഭിപ്രായം? അക്ബറിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നിയൊരു കാര്യമാണ്. എൻ്റെ ഒരു ഡൗട്ടാണ് ഈ നമ്മളെ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാതെ പല കാര്യത്തിനകത്ത് തെന്നിമാറി കളിക്കുന്നു. ഇപ്പൊ ആള് നല്ല നീറ്റായിട്ടുണ്ട്. മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ലാലേട്ടൻ വന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബിഗ് ബോസിൽ പോയാൽ നമുക്ക് ഉറച്ച നിലപാടുണ്ടായിരുന്നു. അതിൽ മാത്രമേ ഉറച്ചു നിൽക്കാവൂ. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥി ആരാണ്? ബാക്കിയുള്ളവരെ ഒന്നും അത്ര തൃപ്തിയല്ല. അക്ബറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തത് ആര്യൻ. എന്തുകൊണ്ടാണ് ആര്യൻ ഇത്ര ഇഷ്ടമല്ലാത്തത്? ആര്യൻ ജിസേലിന്റെ ഒരു നിഴലായിട്ട് നിൽക്കുന്ന കണക്ക് എനിക്ക് തോന്നുന്നു. എപ്പോഴും ജിസേലിന്റെ കൂടെ നടക്കുന്നത് അല്ലേ? ഇഷ്ടപ്പെടാത്ത വേറെ ഏതെങ്കിലും മത്സരാർത്ഥി ഉണ്ടോ? വേറെ ബിന്നി ഇഷ്ടമല്ല. ബിന്നി കുത്തിത്തിരിപ്പ് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു മത്സരാർത്ഥി എന്ന് വെച്ചാൽ അതിനകത്ത് നല്ല രീതിയിൽ കളിക്കാത്ത ഒരു സേഫ് ഗെയിം കളിക്കുവാണെന്ന് തോന്നുന്ന ഒരു മത്സരാർത്ഥിയുടെ പേര് പറയാൻ പറ്റുമോ? ആര്യനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് ഗേൾസിന്റെ ഇടയിലാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. അവരൊരു കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല. ബ്രോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു മത്സരാർത്ഥി ആരാണ്? ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥി എന്ന് വെച്ചാൽ അനീഷിന് ഒരു നിലപാടില്ല. എന്ത് തോന്നിയവാസം കാണിക്കാന്നും പുള്ളിക്കാടുന്നുണ്ട്. അതല്ല ബിഗ് ബോസ് പറയുന്ന ഒരു നിലപാട് അനീഷ കേൾക്കാറില്ല. അതേപോലെ തന്നെ എനിക്കൊരാളും കൂടെ പറയാനുണ്ട്. ഞാനൊരു ബിഗ് ബോസ് കാണും, പക്ഷേ എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് എനിക്കിഷ്ടമല്ല. പക്ഷേ ഒരു ഇൻസ്റ്റാഗ്രാം റിവ്യൂസിൽ ഞാൻ കണ്ടേ, ഇപ്പം നമ്മളെ മൈക്ക് ധരിക്കാൻ പറയുമ്പോൾ ബിഗ് ബോസ് പറയുമ്പം നമ്മൾ അനുമോൾ പറയുന്ന ഒരു കാര്യമുണ്ട്.
ബാത്റൂമിൽ പോകാൻ നിൽക്കുമ്പോഴാണ് മൈക്ക് അടക്കുന്നത്. അതിൽ നല്ലൊരു സെഗ്മെന്റ് അല്ല, തെറ്റാണത്. ബിഗ് ബോസിൽ പോയ ബിഗ് ബോസ് പറയുന്ന അനുസരിക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു കണ്ടസ്റ്റൻസ് ആവത്തുള്ളൂ.